മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയെയും കൂട്ടി തിരിച്ച് ലേഖയുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. ധൈര്യത്തോടു കൂടി തന്നെയാണ് കണ്ണൻ വീൽ ചെയറിന്റെ സഹായമില്ലാതെ കാറിൽ നിന്നും ഇറങ്ങുന്നത്. ഈ സമയം മഹി അത് വിലക്കുന്നുണ്ടെങ്കിലും ഇനി ഇതുകൂടിയേ അറിയാൻ ബാക്കിയുള്ളൂ. അവൻ എന്റെ പുറകെ വന്ന് ഇതുകൂടി കണ്ടുപിടിക്കട്ടെ, എല്ലാവരും എല്ലാം അറിയട്ടെ, ഇനി പേടിച്ച് ജീവിക്കേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ധൈര്യത്തോടു കൂടി തന്നെ സ്വന്തം കാലിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ലേഖയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇനി മഹി ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അങ്ങോട്ട് പോണ്ട. ആ ദുഷ്ടക്കൂട്ടങ്ങൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ക്രൂരതകൾ ചെയ്തു കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ലേഖ മഹിയെ കെട്ടിപ്പിടിക്കുന്നു. കരുണയാണെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തന്റെ വീട്ടുകാരെ അറിയിക്കാനായിട്ട് കരുണാലയത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് താൻ പേടിച്ച ഇത്രയും നാൾ ഭയന്ന് വിറച്ചിരുന്ന കാര്യം സംഭവിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ മോളെ, എന്ത് പറ്റിയെന്നിങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ചോദിക്കുന്നു. മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആരാ, അത് ഉണ്ണിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഉണ്ണിയല്ല, ആ കമലേശ്വരത്തിലെ വലിയേട്ടൻ കണ്ണൻ തന്നെയാണ്. നമ്മളെല്ലാവരും പേടിച്ചതുപോലെ തന്നെ പുതിയൊരു ചികിത്സാ രീതിയാണ് ഗർഭം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നത്. അത് അവരുപയോഗിച്ചു. അത് ഞങ്ങളെല്ലാവരും ഭയന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അവസാനം അത് തന്നെ സംഭവിച്ചു. മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അത് കണ്ണൻ തന്നെയാണെന്ന് പറയുമ്പോൾ മോഹിനിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ്. അങ്ങനെ മോഹിനി സന്തോഷിച്ചു നിൽക്കുന്നത് കരുണ കാണുന്നുണ്ട്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. മോളെ, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അതേ മുത്തശ്ശി, ഞാൻ കേട്ടതാണ്. അതിലുപരി അയാൾ അവളെയും കൂട്ടിയിട്ട് കമലേശ്വരം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോ അവിടെ ഇല്ലെങ്കിലും ലേഖയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയെങ്കിലും നമ്മൾ കേട്ട സത്യങ്ങളൊന്നും തന്നെ സത്യങ്ങളാവാതിരിക്കുന്നില്ല. അയാളുടെ കുഞ്ഞ് തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ മോഹിനി ചോദിക്കുന്നു. നിങ്ങൾ മിണ്ടിപ്പോവരുത്. സ്വന്തം മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതല്ലേ, നിങ്ങൾക്ക് അതിന്റെ വല്ല വേദനയുണ്ടോന്ന് ചോദിക്കുമ്പോൾ, അത് എന്തുകൊണ്ടാണടി അങ്ങനെ സംഭവിച്ചെന്ന് നിനക്ക് അറിയില്ലേ? ഇപ്പോഴും നീ എന്റെ മൂത്ത മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് അവൾ പൊട്ടിക്കരയുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ മിണ്ടിപ്പോവരുത്. നിങ്ങൾക്ക് എപ്പോഴും അവള് മാത്രമാണ് മകളായിട്ടുള്ളൂ, അല്ലാതെ എന്നെ നിങ്ങൾ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ മോഹിനിയോട് പൊട്ടിത്തെറിക്കുന്നു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അവൾക്ക് തലയ്ക്കകത്തേക്ക് ഒന്നും കേറില്ല. കാരണം എല്ലാവരുടെയും വാക്ക് കേട്ട് വയസ്സാം കാലത്ത് സ്വന്തം അമ്മായിയമ്മയെയും ഭർത്താവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയവളാണ്. അവളെ അവള് ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ തന്നെ അവൾ നിൽക്കത്തുള്ളൂ. പിന്നെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേടി, നീ സന്തോഷിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ മോള് ആഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ജീവിതം തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ണൻ നടന്നില്ലെങ്കിലും എന്താ, കണ്ണന്റെ കുഞ്ഞിനെ തന്നെ അവൾ പ്രസവിക്കാനായിട്ട് പോകുന്നു. അതിലുപരി ഒരമ്മയ്ക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എല്ലാവരും ചേർത്ത് ആ കുഞ്ഞിന്റെ പേരിൽ എന്തൊക്കെ അപവാദങ്ങളെ പറഞ്ഞുണ്ടാക്കിയത്, എത്ര പേരുടെ പേര് പറഞ്ഞു. എന്നിട്ടിപ്പോ അവസാനം എന്തായി? എന്റെ മഹിമോൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അവൾ എന്റെ മോളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എല്ലാത്തിനും കാരണം കമലേശ്വരത്തിലെ ആ വല്യേട്ടനാണ്, അയാളുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് എല്ലാത്തിനും പുറകിൽ എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ ആകെ കൊലയാളിയുടെ മനസ്സുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉണ്ണിയേട്ടൻ പലപ്പോഴായിട്ടും പറഞ്ഞു, പക്ഷെ അതൊക്കെ വിലക്കി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചേർന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തു കൂട്ടിക്കോ, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കരുണ തിരിച്ച് വീണ്ടും നമ്മുടെ കമലേശ്വരത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഈ സമയം കണ്ണനാണെങ്കിൽ കമലേശ്വരത്ത് തനിച്ച് ഒറ്റയ്ക്ക് ആരോടും മിണ്ടാനും പറയാനും ആവാതെ അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന് അവന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. തന്റെ ജീവൻ പോലും ആപത്താണെന്നും കണ്ണന് നന്നായിട്ട് അറിയാം. അവിടേക്ക് വാമദേവൻ വരുന്നുണ്ട്. എന്നിട്ട് ദുർഗയോടും ഉണ്ണിയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എല്ലാ സത്യങ്ങളും അറിയുന്ന വാമദേവൻ പറയുകയാണ്, ഇനി അവനെതിരെ പെട്ടെന്നൊന്നും പടപൊരുതാൻ നിൽക്കേണ്ട. കാരണം അറിയാമല്ലോ, എല്ലാം കൊണ്ടും അവൻ ഒരുപാട് സഹിച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ്. ഇനി ഒരുപക്ഷെ നമ്മൾ അവനെതിരെ ചലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിയമത്തിന്റെ നേർക്ക് അവൻ തിരിയും. അതോട് കൂടിയിട്ട് നമ്മൾ എല്ലാവരും അകത്താവും. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പക്വതയോട് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. മാത്രമല്ല, നമുക്കൊരിക്കലും ഒരു നഷ്ടവും സംഭവിക്കരുത്. ഇപ്പോഴും കണ്ണന്റെ ചെലവിലാണ് ഞാനും ഉണ്ണിയൊക്കെ ജീവിച്ചു പോകുന്നത്. അതിനെ ഇല്ലാതാക്കരുത്. അതില്ലാതായാൽ പിന്നെ എന്താ ജീവിത മാർഗം, അതും കൂടി ആലോചിക്കണം. അതുകൊണ്ടേ ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ കണ്ണനെ കാണുമ്പോൾ തന്നെ വാമദേവൻ, മോനെ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എന്നിട്ടിപ്പോ എന്തിനാ അമ്മാവന്റെ വരവ്, എന്താ ഉദ്ദേശം? എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുമ്പോ, മോനെ, എന്തൊക്കെയാ നീ പറയുന്നത്? ദേ നോക്ക്,
നീയും നിന്റെ ഭാര്യയും നിങ്ങൾ തീരുമാനിച്ചൊരു കുഞ്ഞുണ്ടായി. അതിലിപ്പോ ആർക്കും ഒന്നും പറയാനൊന്നുമില്ല. അല്ല, അമ്മാവനത് സഹിച്ചോ? അമ്മാവന്റെ മോനും സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ആ കടപ്പ് കിടക്കുന്നത് എന്ന് പറയുമ്പോ എല്ലാം എനിക്ക് മനസ്സിലായി മോനെ. പിന്നെ ഞാൻ എന്തായാലും നിന്റെ ജീവിതത്തിൽ ഒരു എതിരായിട്ട് നിൽക്കുന്നില്ല. നീയും നിന്റെ ഭാര്യയും കുഞ്ഞും നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണം സമാധാനപരമായിട്ട്. ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലകതടിയുമായിട്ട് അവർ എത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മാവൻ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടെങ്കിൽ അമ്മാവന് അതിനുള്ള ഗുണങ്ങളുണ്ടാവും. എല്ലാവരും മനസ്സറിഞ്ഞ് നന്നാവാൻ തീരുമാനിച്ചാൽ എല്ലാവർക്കുമുള്ള ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. പക്ഷെ എന്നെയും എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും മാത്രം ജീവിക്കാൻ അനുവദിച്ചാൽ മതി. അത് സമാധാനത്തോടു കൂടിയിട്ടും സ്വസ്ഥതയോടു കൂടിയിട്ടും ഈ വീട്ടിൽ. എന്റെ ഭാര്യ ഇപ്പൊ പേടിച്ചിട്ടാണ് ലേഖയുടെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തതൊക്കെ തന്നെ നിങ്ങളാണ്. ആ നിങ്ങൾ തന്നെ എനിക്കൊരു ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം എന്തായാലും ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ കണ്ണനാണെങ്കിൽ അവർക്ക് മുന്നിൽ അത്രയ്ക്കും താഴ്മയോട് കൂടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ വാമദേവനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിന്നെയും അവളെയും പരലോകത്തേക്ക് അയക്കാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ലടാ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം.